തീരട്ടെ. അപ്പോൾ നാം പരസ്പരം ചെയ്യുന്നതായ സദഖകൾക്ക് വരെ അല്ലെങ്കിൽ ധർമ്മത്തിന് വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കും പോലെ. അതെ, റസൂൽ പറയുന്നു, വലോ ബിശിഖ്ഖി തംറ, നിങ്ങളുടെ കൂടെയുള്ളത് ഒരു തംറയുടെ പകുതിയാണെങ്കിൽ അതുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ ശബ്ദം ഈ രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിലാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് പ്രസംഗിച്ച വേളയിൽ പറഞ്ഞിരുന്നത്. ആ സന്ദർഭത്തിൽ അവരുടെ കാതിലും കഴുത്തിലുമുള്ളതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് ധർമ്മമായി കൊടുത്ത രംഗം ഹദീസിൽ കാണാവുന്നതാണ്. അതെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, അഥവാ നിങ്ങളുടെ കൂടെ തംർ ഇല്ലേ ഇല്ല. ഉദാഹരണത്തിനാണ് തമ്രിന് പകരം നമ്മുടെ നാട്ടിൽ തേങ്ങയാണെങ്കിൽ തേങ്ങ, മാങ്ങയാണെങ്കിൽ മാങ്ങ. ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് അതായത് കൊണ്ട് അത് പറയുന്നു. പക്ഷേ അതിനോട് കടപിടിക്കുന്ന മറ്റു പഴവർഗ്ഗങ്ങൾ ലോകത്തിലില്ല. അതൊരു പ്രത്യേകതയാണ്. ലോകത്തിൽ അള്ളാഹ് സൃഷ്ടിച്ച പഴവർഗ്ഗങ്ങളിൽ തമ്രിൻ്റെ അത്ര പ്രാധാന്യമുള്ളത് കാണൂല. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്ന വാല്യംസുകളുണ്ട് ഇവിടെ എഴുതപ്പെട്ടതായിട്ട് അറബിയിൽ. അതെ, പറഞ്ഞു വരുന്നത്, അതുമില്ലെങ്കിൽ നിങ്ങൾ നല്ല വാക്കെങ്കിലും പറയണം, അതിലൂടെയെങ്കിലും നരകത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. എന്താ അതിൻ്റെ അർത്ഥം? വല്ലരും നിങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വരുന്നതായ വേളയിൽ നിങ്ങളുടെ കൂടെ കൊടുക്കാനില്ലെങ്കിലോ, നിങ്ങളപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുക എന്നത് ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. നിങ്ങൾ ധർമ്മം ചെയ്തതോടുകൂടി അദ്ദേഹത്തെ ഇടങ്ങേറാക്കി ധർമ്മം ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണ്. നിങ്ങളൊരു 5000 റിയാൽ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അതിനേക്കാളും നല്ലത് 5000 കൊടുക്കാതെ സാധു ഇപ്പം തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞു വിടലാണെന്നാണ് അള്ളാഹ് പറയണേ, ഞാൻ പറയല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അള്ളാഹു നിന്റെ അടുക്കിലേക്ക് അവനെ ഇറക്കാൻ വന്നിട്ടുണ്ടെങ്കിലും നീ കഴിവുള്ളവനാണെങ്കിൽ നീ അവൻ അർഹപ്പെട്ടത് കൊടുത്തില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നീ കാണിച്ച ധിക്കാരമാണ്, അഹങ്കാരമാണ്, നിന്റെ കാശല്ല. അള്ളാഹ് പറയുന്നു, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ കൂടെ നിന്നാൽ അതാണ് നഷ്ടപ്പെടുക, എന്നെ ഏൽപ്പിച്ചാൽ അതാണ് പലിശയായി വർദ്ധിച്ചിട്ട് പരലോകത്തിൽ മടക്കി കിട്ടുക.